അച്യുതൻ, ആം ആദ്മി പാർട്ടിക്ക് ചെറിയ നിരാശയൊന്നുമല്ല, കനത്ത തിരിച്ചടിയാണ്. അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ ഉൾപ്പെടെ അഴിമതി ആരോപണം വന്ന നേതാക്കൾ എല്ലാവരും പരാജയപ്പെട്ടു, ജനങ്ങൾ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്ന തരത്തിലേക്ക് വന്ന ഒരു പ്രസ്ഥാനം, ഒരു പാർട്ടി, അതിൽപ്പോൾ അഴിമതിയുടെ കരിനിഴൽ വീണ് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് തീർച്ചയായും മറുപടി പറയേണ്ട വിഷയമാണ്. മനീഷ് സിസോദിയ ഒരു ചെറിയ മറുപടി പറഞ്ഞിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല, പ്രതികരണം എപ്പോഴും ഉണ്ടാകും. മറ്റൊന്ന്, ഇനിയും ഇതിൽ EVS മെഷീന്റെ തകരാറ് എന്നൊക്കെയുള്ളത് പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ടോ? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് അഴിമതിക്കെതിരെ പോരാടിയ ആം ആദ്മി പാർട്ടിക്ക് ഇന്ന് അതേ നാണയത്തിൽ ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. കാരണം ഈ കഴിഞ്ഞ കാലയളവ് അത്രയും ആം ആദ്മി പാർട്ടിക്ക് നേരിടേണ്ടി വന്നത് മദ്യനയ അഴിമതി, ജൽ ബോർഡിൽ നടന്ന അഴിമതി സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു പാർട്ടിയാണ്. മുൻനിര നേതാക്കൾ, അതായത് പാർട്ടിയുടെ കൺവീനറായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അതിനുശേഷം ഒരു അഗ്നി പരീക്ഷണത്തിന് കേജ്രിവാൾ മുതിരുകയും മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞുകൊണ്ട് അത് അതിഷിക്ക് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ പരീക്ഷണം വിജയം കണ്ടില്ല എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ആ പാർട്ടിയുടെ തന്നെ നെടുംതൂണായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. രണ്ടാമനായിട്ടുള്ള മനീഷ് സിസോദിയയ്ക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ ഒരുവിധപ്പെട്ട ആരോപണങ്ങളെല്ലാം നേരിട്ട് സത്യേന്ദ്ര ജെയിൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാജയം നേരിടേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ള ഈ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് രാവിലെ മുതൽ അവരൊരു ആത്മവിശ്വാസം മുന്നിൽ കണ്ട് ആണ് ഈ സ്റ്റേജ് ഉൾപ്പെടെ ക്രമീകരിച്ചത്. പക്ഷേ റിസൾട്ടുകൾ മാറി മറിഞ്ഞ് വന്ന് അവസാനം പരാജയത്തിലേക്കാണ് സൂചിക വിരൽ ചൂണ്ടിയപ്പോൾ ഇവിടുത്തെ ആളൊഴിഞ്ഞു, ആരവങ്ങളെല്ലാം നിന്നു. ഇപ്പോൾ ഈ സ്റ്റേജ് അഴിക്കുകയാണ്. ഇവിടെ ഇതിനായി സജ്ജീകരിച്ച, അതായത് നേതാക്കൾക്ക് അഭിസംബോധന ചെയ്യാനായി ക്രമീകരിച്ച സജ്ജീകരണങ്ങളെല്ലാം ഇപ്പോൾ അഴിച്ചു മാറ്റുകയാണ്. അതായത് കേവലം ആം ആദ്മി പാർട്ടിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ തുടർച്ചയായി ഡൽഹി തെരഞ്ഞെടുപ്പ് സമയം മുതൽ നമ്മൾ ഉന്നയിച്ചൊരു കാര്യമെന്നുള്ളത് ഈ അഴിമതി ആരോപണങ്ങളിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആം ആദ്മിക്ക് അത് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ്. പക്ഷേ അതിനെതിരെ ഒരു ഡോക്യുമെന്ററി വരെ ആം ആദ്മി പാർട്ടി, അതായത് EDയെയും CBIയെയും ഉപയോഗിച്ചുള്ള വേട്ടയാടലാണ് തങ്ങൾക്കെതിരെ നടന്നത്, ഒരു രാഷ്ട്രീയ വേട്ടയാടലാണ് ഉണ്ടായത് എന്നതുൾപ്പെടെയുള്ളത് ആ ഡോക്യുമെന്ററിയിലൂടെയും നിരന്തര വാർത്താ സമ്മേളനങ്ങളിലൂടെയും ആം ആദ്മി പാർട്ടി നേതാക്കൾ ജനങ്ങളുമായി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തില്ല. മറ്റൊന്ന്, ബൽറാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിൽ ഈ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചലനങ്ങളാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെതിരെ രംഗത്ത് വരുന്നു. അന്ന് ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയിൽ അതൃപ്തി അറിയിച്ചു. അതായത് മുന്നണി മര്യാദ പോലും പാലിക്കാതെയാണ് ഈ ആരോപണങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഒരു ധാരണയുമില്ലാതെ പോയ ഒരു തെരഞ്ഞെടുപ്പ് എന്നുകൂടി വിലയിരുത്തേണ്ടി വരും. എന്തായാലും ആ ഒറ്റയാൾ പോരാട്ടത്തിനൊടുവിൽ വലിയ പരാജയമാണ് ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതാണ് അഴിമതിക്കെതിരായി ജനം നൽകുന്ന ഒരു വലിയ സന്ദേശം. മറ്റൊന്ന്, വികസനത്തിന് വേണ്ടിയുള്ള ഒരു മുറവിളി, അത് BJP നൽകും. BJP വികസനം കൊണ്ടുവരുമെന്ന് പറയുന്നു. സൗജന്യ വാഗ്ദാനങ്ങളിൽ ഇനി ജനം വീടില്ല എന്നൊക്കെയുള്ള സന്ദേശം. അങ്ങനെ ഒട്ടേറെ സന്ദേശങ്ങൾ നൽകുന്ന ഒരു ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലമാണ് അല്പസമയം മുൻപ് പുറത്തു വന്നിട്ടുള്ളത്. ഇനി അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVMന്റെ തകരാർ എന്ന തരത്തിലേക്ക് പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് പ്രധാനമാണ്. അരവിന്ദ് കെജ്രിവാൾ പ്രതികരിക്കുമോ, അദ്ദേഹം എന്ത് പറയും എന്നൊക്കെയുള്ളതാണ് ഇനി കേൾക്കാനിരിക്കുന്നത്. വരും മണിക്കൂറുകൾ അതുണ്ടാകുമെന്ന് കരുതാം.